1985 റിലീസ് ചെയ്ത ഒരു സിനിമ 40 വർഷങ്ങൾക്ക് ഇപ്പുറവും നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗോഡ് ഫിലിം. കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ടൈം ട്രാവൽ, കൃത്യമായ ഇമോഷണൽ കണക്ഷൻ, ടെക്നിക്കൽ എക്സലൻസി, എല്ലാ തരത്തിലും ടെക്സ്റ്റ് ബുക്കായ ജോണർ സ്പെസിഫിക് എന്റർടൈനർ. ബാക്ക് ടു ദി ഫ്യൂച്ചർ. ബോബ് ഗെയിലാണ് റോബർട്ട് സെമക്കിസിന്റെ കൂടെ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ ബോബ് ഗെയിൽ തന്റെ ഫാദറിന്റെ 1940 സ്കൂൾ ഡയറി വായിക്കാനിടയായി. അതിൽ എഴുതിയിരുന്ന ഒരു വാചകം വല്ലാതെ ബോബിന്റെ ശ്രദ്ധ ആകർഷിച്ചു. വുഡ് ഐ ഹാവ് ബീൻ ഫ്രണ്ട്സ് വിത്ത് മൈ ഡാഡ് ഇഫ് വി വേർ ദി സെയിം ഏജ്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന സിനിമ തന്നെ സംഭവിക്കുന്നത്. മാർട്ടിയും ഡോക്ടർ എമ്മറ്റ് ബ്രൗണും തമ്മിലുള്ള സൗഹൃദം, ഒരു മെന്റർ മിസ്ഫിറ്റ് ബോണ്ടിങ്, അത് തന്നെ കണ്ടിരിക്കാൻ രസമാണ്. ഒരു ക്രോസ് ജനറേഷണൽ ഫ്രണ്ട്ഷിപ്പ്. ഈ ഗുഡ് വിൽ ഹണ്ടിങ്ങിലെ ഷോണും വില്ലും പോലെ, അല്ലെങ്കിൽ അപ്പിലെ കാലും റസ്സലൊക്കെ പോലെ. പ്രഷർക്ക് ഇഷ്ടമല്ല ഇങ്ങനെയുള്ള ഒരു കോൺട്രാസ്റ്റ്. ഡോക്ടർ എമ്മറ്റ് കണ്ടുപിടിക്കുന്ന ടൈം മെഷീൻ ഒരു ഡെലോറിയൻ കാറിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാർട്ടി ആ കാറുമായി പാസ്റ്റിലോട്ട് പോകുന്നു. അതായത് 1985 നിന്ന് 1955 പോകുന്നത്. അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള പ്രയത്നങ്ങൾ. തന്റെ പേരൻസിനെ അവരുടെ ടീനേജിൽ കാണുന്ന മാർട്ടി, പാസ്റ്റിൽ മാർട്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രസന്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എല്ലാ തരത്തിലും നമ്മുടെ ഉള്ളിലെ കിഡിനെ ക്യൂരിയസ് ആക്കുന്ന സിനിമ. 40-ലധികം തവണ പല മുൻനിര സ്റ്റുഡിയോകളും വേണ്ട എന്ന സിനിമയായിരുന്നു ബാക്ക് ടു ദി ഫ്യൂച്ചർ. ടൈം ട്രാവൽ സിനിമ കൊണ്ട് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല എന്നതായിരുന്നു അവരുടെ വാദം. എന്നാൽ സിനിമയുടെ റിലീസിന് ശേഷം സംഭവിച്ചത് എന്താ? $400 മില്യൺ അടുത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ. പാർട്ട് 3 വരെ റിലീസ് ചെയ്ത ഗ്രേറ്റസ്റ്റ് ഫ്രാഞ്ചൈസി. ഒറ്റ സിനിമ കൊണ്ട് റോബർട്ട് സെമക്കിസ് ടയർ 1 സംവിധായകനാകുന്നു. മൈക്കിൾ ജെ ഫോക്സ് ഗ്ലോബലി അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുന്ന ആക്ടർ ആകുന്നു. ആനിമേറ്റഡ് സീരീസ്, ഗെയിംസ് തുടങ്ങി വലിയൊരു പോപ്പ് കൾച്ചർ ലെഗസി സ്വന്തമാക്കുന്നു ബാക്ക് ടു ദി ഫ്യൂച്ചർ പാർട്ട് 1. എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട് എഴുത്തിലെ ക്ലാരിറ്റി പോലെ തന്നെ കൃത്യമായി ഹ്യൂമർ കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് വൻ റീവാച്ച് ക്വാളിറ്റിയാണ് സിനിമയ്ക്കുള്ളത്. ഉറപ്പായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കും.